Hello students, നമ്മുടെ ബോൾട്ടഡ് ജോയിൻസ് ഇൻ എക്സെൻട്രിക് ലോഡിംഗ് അതിൻ്റെ സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യാണ്. ലോഡ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ബോൾട്ട് ആക്സിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോഡ് ആക്ടിങ് പാരലൽ ടു ദ ബോൾട്ട് ആക്സിസ് എന്ന് പറഞ്ഞത്. ഇവിടെ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ദർ ആർ ടു കേസസ്, രണ്ട് കേസ് നോക്കിയാൽ ഒന്ന് ബേസ് റെക്റ്റാങ്കുലർ വരുന്നതും പിന്നെ ബേസ് സർക്കുലർ വരുന്ന രണ്ട് കേസുകളുണ്ട്. ഇതിൽ ഫസ്റ്റ് കേസാണ് റെക്റ്റാങ്കുലർ ബേസ്. ഈ ഒരു ബ്രാക്കറ്റ് കാണാം, ഈ ഒരു ബ്രാക്കറ്റ് ആണ് വാളിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇതാണ് വാള്, ഇതതിൻ്റെ ബേസ് ആണ്. ഈ ചെറിയ കാണിച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ അതിൻ്റെ ബേസ് ആണ്. ആ ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആണ് ബേസ്, റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. അപ്പോൾ 6 ബോൾട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 1 1 ആണ് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് റോ ഓഫ് ബോൾട്ട്സ്, ഇത് സെക്കൻഡ് റോ ഓഫ് ബോൾട്ട്സ്, പിന്നെ തേർഡ് റോ ഓഫ് ബോൾട്ട്സ്. ഇതാണ് ടിൽറ്റിംഗ് എഡ്ജ്. അപ്പോൾ ഇതാണ് ഫോഴ്സ്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ബോൾട്ട് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് കേസ്. ഇനി റെക്റ്റാങ്കുലർ ബേസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിൽറ്റിംഗ് എഡ്ജ് ഇതാണ്. അപ്പോൾ ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അത് ഈ ബ്രാക്കറ്റിനെ എബൌട്ട് ദിസ് എഡ്ജ്, ഈ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ഇതിന് ടിൽറ്റിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. അതിന് ഇപ്പോൾ ഇവിടെ 3 റോ ഉണ്ട്, 3 റോസ് ഓഫ് ബോൾട്ട്സ് ഉണ്ട്. ഈ ബോൾട്ടുകളിലൊക്കെ ആക്സസ് ചെയ്യുന്ന ടിൽറ്റിംഗ് എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസുകളൊക്കെയാണ് L1, L2, L3 ഫസ്റ്റ് റോയിലേക്ക്. അപ്പോൾ ടിൽറ്റിംഗ് എഡ്ജിൽ നിന്ന് ഫസ്റ്റ് റോയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് L1, സെക്കൻഡ് റോയിലേക്കുള്ള ഡിസ്റ്റൻസ് L2, തേർഡ് റോയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് L3. ഇനി ഇപ്പം ലെറ്റ് എഫ് എന്ന് പറയുന്നത് അപ്ലൈഡ് ലോഡ്, ഇ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ടിൽറ്റിംഗ് എഡ്ജ് അല്ല, ഇവിടുന്ന് ബേസിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോൾട്ട്, L1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് റോ ആൻഡ് ടിൽറ്റിംഗ് എഡ്ജ്, ആൻഡ് F1 എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് റോ ഓഫ് ബോൾട്ട്. ഫസ്റ്റ് റോയിലെ ബോൾട്ടുകളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F1. അതുപോലെ തന്നെ L2, F2 കറസ്പോണ്ടിങ് ടു സെക്കൻഡ് റോ ഓഫ് ബോൾട്ട്, L3 ആൻഡ് F3 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു തേർഡ് റോ ഓഫ് ബോൾട്ട്. Then force induced in the first row of bolt F1 എന്ന് പറയുന്നത് FE_L1 divided by 2 into L1 square plus L2 square plus L3 square. അപ്പോൾ ഈ ഇക്വേഷൻ ഡാറ്റ ബുക്കിലുണ്ട്. ഡാറ്റ ബുക്കിൽ ഈ ഇക്വേഷനുള്ളൂ ഡാറ്റ ബുക്കിൽ. സിമിലർലി ഈ ഒറ്റ F1ൻ്റെ ഇക്വേഷനേ ഉള്ളൂ ഡാറ്റ ബുക്കിലുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഇക്വേഷൻ F2, F3, അപ്പോൾ തേർഡ് റോയിലും സെക്കൻഡ് റോയിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒറ്റ ടേം മാത്രമേ മാറുള്ളൂ. L1 എന്നുള്ള ടേം മാറി F2 വരുമ്പോൾ L2 വരും. അപ്പോൾ FE_L2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു L1 സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ പ്ലസ് L3 സ്ക്വയർ. അതുപോലെ F3 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഈ 2 എന്നുള്ള ടേം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ റോയിലും 2 ബോൾട്ട് ഉള്ളതാണ്. അതാണ് ഇവിടെ 2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു റോയിൽ എന്തായാലും 3 ബോൾട്ടായിട്ട് വരില്ല. കാരണം എന്ന് വെച്ചാൽ ഈക്വൽ നമ്പർ ആയിരിക്കണം. ആ ബ്രാക്കറ്റിൻ്റെ രണ്ട് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് ബോൾട്ട് ആയിരിക്കണം. അപ്പോൾ ഒന്നുകിൽ ലെഫ്റ്റിലും റൈറ്റിലും ഓരോന്നായിട്ട് 2 ബോൾട്ട് വരും, അല്ലെങ്കിൽ 2 2 വെച്ച് 4 വരും. അപ്പോൾ 4 ബോൾട്ടാണ് ഒരു റോയിലുണ്ട്, ഫസ്റ്റ് റോയിൽ ഉണ്ടെങ്കിൽ ഈ 2 എന്നുള്ളത് മാറ്റി 4 ആവും. അതുപോലെ F2 സെക്കൻഡ് റോയിൽ 2 ബോൾട്ടാണ്. അപ്പോൾ ഇവിടെ ആകെ കൂടി മാറുന്നത് L2 എന്നുള്ള ടേമാണ്, ബാക്കിയെല്ലാം സെയിം ആണ്. അതുപോലെ F3 FE_L3 divided by same term. Here the term 2 is used because each row has 2 bolts. ഓരോ റോയിലും 2 ബോൾട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ടേം 2 യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മാക്സിമം ഫോഴ്സ് എന്ന് പറയുന്നത് F1 ആയിരിക്കും, അതായത് ഫസ്റ്റ് റോയിലായിരിക്കും മാക്സിമം ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. Therefore Fmax FE_L1 divided by 2 into L1 square plus L2 square plus L3 square. ഇക്വേഷൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡാറ്റ ബുക്കിലുള്ളതാണ്. When the load is perpendicular to the bolt axis, the bolt will be subjected to tensile as well as shear loads. ഇപ്പോൾ ടെൻസൈൽ ലോഡ് ഉണ്ടാവും, അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഷിയർ ഉണ്ടായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഷിയർ ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഷിയർ ലോഡ് F' എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു F/N.
എഫ് എന്ന് പറയുന്നത് അപ്ലൈഡ് ലോഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട്. ദെൻ ഇക്വിവാലന്റ് ടെൻസൈൽ ലോഡ് FTE is equal to 1/2 into F1 plus root of F1 square plus 4F dash square. F dash കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഡാറ്റബുക്കുകളുടെ ഇക്വേഷൻ ആണ്. Then equivalent shear load FSE is equal to ഡാറ്റബുക്കുകളുടെ ഇക്വേഷൻ 1/2 into F1 square plus F dash square all raised to 1/2. ഇനി ബോൾട്ടിന്റെ സൈസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം എഫ് സിഗ്മ ടി, അതായത് ടെൻസൈൽ സ്ട്രെസ് ഈസ് ഇക്വൽ ടു FTE ഡിവൈഡ് ബൈ A1, അതായത് ഇക്വിവാലന്റ് ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡ് ബൈ A1. അതല്ലെങ്കിൽ ഇത് ചിലപ്പോൾ സിഗ്മ ടി തരും, അല്ലെങ്കിൽ രണ്ടും ഉണ്ടല്ലോ, ടെൻസൈൽ സ്ട്രെസ് ഉണ്ട് ഷിയർ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്നുകിൽ ടെൻസൈൽ സ്ട്രെസ് തന്നിട്ടുണ്ടെങ്കിൽ FTE ഡിവൈഡ് ബൈ A1 വെച്ചിട്ട് നമുക്ക് A1 കണ്ടുപിടിക്കുക. A1 എന്ന് പറയുന്നത് π/4 D1 സ്ക്വയർ ആണ്. അതിൽ നിന്ന് D1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മേജർ ഡയമീറ്റർ ഡാറ്റ ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ച ബോൾട്ടിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യാം. ഇനി ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ടെങ്കിൽ ടോ ഇസ് ഈക്വൽ ടു FSE ബൈ A1, അതായത് ഇക്വിവാലന്റ് ഷിയർ ലോഡ് ഡിവൈഡ് ബൈ A1 ടെൻസൈൽ സ്ട്രെസ് ഏരിയ. അതിൽ നിന്ന് നമുക്ക് D1 കണ്ടുപിടിക്കാം. ദെൻ മേജർ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഇനി അടുത്ത കേസ് പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ഓരോ റോയിലും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ബോൾട്ട്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആവും. F1 is equal to, അതായത് ഫോഴ്സ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് FEL1 ഡിവൈഡ് ബൈ N1 L1 സ്ക്വയർ പ്ലസ് N2 L2 സ്ക്വയർ പ്ലസ് N3 L3 സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് റോയിൽ N1 നമ്പർ ഓഫ് ബോൾട്ട്, സെക്കൻഡ് റോയിൽ N2 ആൻഡ് തേർഡ് റോയിൽ N3. അപ്പോൾ ഓരോ റോയിലും ബോൾട്ടിന്റെ നമ്പർ ഡിഫറെൻ്റ് ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യണം. ബാക്കിയും ഉള്ളത് അതുപോലെ തന്നെ F2 ആൻഡ് F3 എന്ന് പറയും. ഇനി സർക്കുലർ ബേസ്. അപ്പോൾ സർക്കുലർ ബേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഇതാണ് ബേസ്, അതിൻ്റെ സൈഡ് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. 4 ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബോൾട്ട്, സെക്കൻഡ് ബോൾട്ട്, തേർഡ് ആൻഡ് ഫോർത്ത് ബോൾട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിൽറ്റിംഗ് എഡ്ജ് ഇതാണ് ഏറ്റവും അടിയിൽ. ഫോഴ്സ് ഇവിടെയാണ് അപ്ലൈ ചെയ്യുക. ഫോഴ്സ് ഇവിടെ വരും. ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടില്ല, ഫോഴ്സ് ഇവിടെ വരും. ദെൻ 4 ബോൾട്ട് L1 L2 L3 L4 ഡിസ്റ്റൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷിയർ ലോഡ് ഓൺ ബോൾട്ട് എന്ന് പറയുന്നത് F ഡാഷ് ഇസ് ഇക്വൽ ടു F/N. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ F1 is equal to FEL1 divided by L1 square plus L2 square plus L3 square plus L4 square, or it is equal to FE into A minus B into cos theta divided by 4A square plus 2B square. A എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഫ്ലാഞ്ച്. ഈ ഫ്ലാഞ്ചിന്റെ റേഡിയസ് ആണ് ഇത്. ഫ്ലാഞ്ചിന്റെ റേഡിയസ് A. അതുപോലെ തന്നെ B എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ബോൾട്ട് സെന്റർ. ബോൾട്ട് സെന്ററിന്റെ റേഡിയസ്, ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടെങ്കിൽ ആ ബോൾട്ട് സെന്ററിന്റെ റേഡിയസിനാണ് ആള് B എന്ന് കൊടുക്കുന്നത്. ജനറൽ എക്സ്പ്രഷൻ ഫോർ ടെൻസൈൽ ഫോഴ്സ് ഫോർ N bolts. F1N is equal to 2FE into A minus B cos theta divided by 2A square plus B square into N. അവിടെ F max കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാനില്ല, ഈ സർക്കുലർ ബേസിൻ്റെ പ്രോബ്ലം ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ കൂടുതൽ പ്രോബ്ലം ചെയ്യാനുള്ളത് ഈ സെക്കൻഡ് കേസിലെ റെക്റ്റാങ്കുലർ ബേസ് വരുന്നതിനാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതിൻ്റെ ഈ പ്രോബ്ലംസ് നമുക്ക് ട്യൂട്ടോറിയലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ട്യൂട്ടോറിയലിൽ നിങ്ങളുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാണ്. എ ബ്രാക്കറ്റ് ഈസ് ഫിക്സഡ് ടു ദ വാൾ ബൈ മീൻസ് ഓഫ് 4 bolts and loaded as shown in figure. Calculate the size of the bolt if the load is 10 kN and allowable shear stress in the bolt material is 40 MPa. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. റെക്റ്റാങ്കുലർ ബേസ് ആണ്, 4 ബോൾട്ട് ഉണ്ട് കണ്ടോ. അതുപോലെ ഇതാണ് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത് 10 kN. പിന്നെ തന്നിരിക്കുന്നത് ഷിയർ സ്ട്രെസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വിവാലന്റ് ഷിയർ ഫോഴ്സ് കണ്ടിട്ട് നമുക്ക് ഏരിയ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നത് റെക്റ്റാങ്കുലർ ബേസ് ആണ്, പിന്നെ നമ്പർ ഓഫ് ബോൾട്ട് 4 എണ്ണമാണ്, ഫോഴ്സ് 10 kN 10,000 ന്യൂട്ടൺ ആണ്, ഷിയർ സ്ട്രെസ് 40 MPa. L1 is equal to L3 is equal to 150 mm and L3 is equal to L4 is equal to 30 mm. അപ്പോൾ നമുക്ക് അറിയാം ഷിയർ സ്ട്രെസ് തന്നിരിക്കുന്നത്. ദെൻ ടോ is equal to FSE ഡിവൈഡ് ബൈ A1. FSE എന്ന് പറയുന്നത് ഇക്വിവാലന്റ് ഷിയർ ലോഡ് ഡിവൈഡ് ബൈ A1. FSE കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് F1
എഫ് വൺ ഉണ്ട്, പിന്നെ എഫ് ഡാഷ്. അപ്പോൾ ഈ എഫ് വണ്ണും എഫ് ഡാഷും കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ. ഡാറ്റ ബുക്കിലുള്ള ഇക്വേഷനാണ്. ആദ്യം നമുക്ക് എഫ് ഡാഷ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ബൈ എൻ, എഫ് എന്ന് പറയുന്നത് അപ്ലൈഡ് ലോഡാണ്, 10,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വോൾട്ട്, അപ്പോൾ 2500 ന്യൂട്ടൺ. ഇനി കണ്ടുപിടിക്കേണ്ടത് എഫ് വൺ ആണ്, സെക്കൻഡറി ടെൻസൈൽ ഫോഴ്സ്. എഫ് വൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഇ എൽ വൺ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എൽ വൺ സ്ക്വയർ പ്ലസ് എൽ ടു സ്ക്വയർ. അതായത് ഇവിടെ 2 എന്ന് വന്നിരിക്കുന്നത് കാരണം ഒരു റോ, ഫസ്റ്റ് റോയിലാണ് എഫ് വൺ വരുന്നത്, മാക്സിമം ഫോഴ്സ്. അപ്പോൾ 2 അവിടെ രണ്ട് ബോൾട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് 2 കൊടുത്തേക്കുന്നത്. 4 ആണെങ്കിൽ 4 തന്നെ കൊടുക്കണം, 2 തന്നെ കൊടുക്കാൻ പാടില്ല. ഡാറ്റ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ 2 തന്നെയാണ്, കാരണം ഡാറ്റ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഫിഗറിനകത്ത് വരുന്നത് ഫസ്റ്റ് റോയിൽ 2 ബോൾട്ടാണ്, അതുകൊണ്ട് തന്നെ 2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ നോട്ട് ചെയ്യാം കേട്ടോ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് ഇ എൽ വൺ ഇതെല്ലാം അറിയാവുന്നതാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് വൺ ഈസിക്കൽ ടു ഇത്രയും കിട്ടും. ഇനി എഫ് എസ് സി കണ്ടുപിടിക്കുക. ആ ഇക്വേഷനിനകത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എസ് സി ഇക്വാലന്റ് ഷിയർ ലോഡ് കിട്ടി. ഇനി ടോ ഈസിക്കൽ ടു എഫ് എസ് ഇ ബൈ എ വൺ. അപ്പോൾ എഫ് എസ് ഇ ഡിവൈഡ് ബൈ എ വൺ, ദെൻ എ വൺ ഈസിക്കൽ ടു എഫ് എസ് സി ഡിവൈഡ് ബൈ ടു, ദാറ്റ് ഈസ് 5418.85 ഡിവൈഡ് ബൈ 40. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് ഏരിയ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡി വൺ കിട്ടും. ഡി വൺ എന്ന് പറയുന്നത് 13.13. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത പോലെ തന്നെ മൈനർ ഡയാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നിയറസ്റ്റ് മൈനർ ഡയാമീറ്റർ ഫ്രം ഡാറ്റ ബുക്കിൽ കണ്ടുപിടിക്കുക. ഇത്രയാണ് കിട്ടുന്നത്. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മേജർ ഡയാമീറ്റർ എന്ന് പറയുന്നത് 16 mm ആണ്, പിച്ച് 2. ദെൻ സൈസ് ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് M16 × 2, അതായത് 16 mm മേജർ ഡയാമീറ്ററും പിന്നെ പിച്ച് 2 mm ഉള്ളതാണ്. Next problem. A wall bracket is attached to a wall by means of 4 identical bolts, 2 at A and 2 at B, as shown in figure. Assuming that the bracket is held against the wall and prevented from tipping about C by all 4 bolts, and using an allowable stress in the bolts as 35 MPa. Determine the size of the bolts on the basis of maximum principal stress, selecting isometric threads of not more than 1.5 mm pitch. ഇപ്പോൾ തന്നിരിക്കുന്ന ഫിഗർ, ക്വസ്റ്റ്യൻ ഫിഗർ ഇതാണ്. ബ്രാക്കറ്റ് ഇത് വോളിൽ ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ എയിൽ 2 വോൾട്ടും ബിയിൽ 2 വോൾട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സെൻട്രിസിറ്റി 500 ആണ്, ആക്ട് ചെയ്യുന്ന ലോഡ് 25 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയോടെ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് ബോൾട്ട് 4, ടോ ഈക്വൽ ടു ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട് 35 MPa, പിച്ച് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ, അതായത് 1.5 mm കൂടാൻ പാടില്ല. L1 അതായത് L1 ഈക്വൽ ടു L3 ഈക്വൽ ടു 550 mm, അതായത് ഇതാണ് ടിൽറ്റിംഗ് എഡ്ജ്, ഇവിടെ നിന്നോട്ട് ഇത്രയും വരെ ആണ് 550, പിന്നെ അടുത്തത് ഈ ഡിസ്റ്റൻസ് 50 mm. അപ്പോൾ L3 L2 L4 50 mm. തന്ന ലോഡ് 25 × 10⁻³ ന്യൂട്ടൺ, എക്സെൻട്രിസിറ്റി 500. അപ്പം നമുക്ക് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് ടോ ഈക്വൽ ടു എഫ് എസ് ഇ ബൈ എ വൺ, ഡാറ്റ ബുക്കിലുള്ള ഇക്വേഷനാണ്. അത് ഡാറ്റ ബുക്കിലില്ല, ഇതാണ് എഫ് എസ് സിയുടെ ഇക്വേഷനാണ് ഡാറ്റ ബുക്കിലുള്ളത്. എഫ് എസ് ഇ കണ്ടുപിടിക്കുക. അതിനായിട്ട് നമുക്ക് എഫ് വണ്ണും എഫ് ഡാഷും വേണം. അപ്പോൾ എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് ബൈ എൻ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട്, 4 ബോൾട്ട് ഉണ്ട്, ഇപ്പോൾ 6250 ന്യൂട്ടൺ ആണ്. അതുപോലെ മാക്സിമം സെക്കൻഡറി ടെൻസൈൽ ഫോഴ്സ് എഫ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ ആക്ട് ചെയ്യുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സാണ്. എഫ് ഇ എൽ വൺ ഡിവൈഡ് ബൈ 2 ഇൻറ്റു L1 സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ. 2 എന്ന് പറയുന്നത് 2 ബോൾട്ടാണ്, ഫസ്റ്റ് റോയിൽ 2 ബോൾട്ട് ഉള്ളതുകൊണ്ടാണ് ഇവിടെ 2 കൊടുത്തിരിക്കുന്നത്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാ വാല്യൂസും അറിയാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് വൺ കിട്ടി. ഇനി എഫ് വണ്ണും എഫ് ഡാഷും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് എസ് ഇ കണ്ടുപിടിക്കും, ഇക്വിവാലന്റ് ഷിയർ ലോഡ്. അത് ഇത്രയും കിട്ടും, 8415.37 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. അതുപോലെ ഇനി എ വൺ ഈസിക്കൽ ടു എഫ് എസ് സി ബൈ 2. എഫ് എസ് ഇ എന്ന് പറയുന്നത് ഇക്വാലന്റ് ഷിയർ ലോഡ് ഡിവൈഡ് ബൈ ടോ തന്നിട്ടുണ്ട്. ദെൻ 240.44 mm സ്ക്വയർ. Then pi by 4 d1 square is equal to 240.44
44. Then D1 is equal to 17.5 mm. D1 കിട്ടി, അതായത് മൈനർ ഡയമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഈ മൈനർ ഡയമീറ്ററിന് എത്രയാണ് 17.5 ആണ്. ഇതിന് നിയറസ്റ്റ് ആയിട്ടുള്ള മൈനർ ഡയമീറ്റർ നമ്മുടെ ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ 141 ടേബിൾ 9.8 നിയറസ്റ്റ് വരുന്നത് വെച്ചാൽ 17.546261 mm ആണ്. കറസ്പോണ്ടിങ് മേജർ ഡയാമീറ്റർ എന്ന് പറയുന്നത് 20 mm ആണ്. പിച്ച് 2. ദെൻ സൈസ് ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് M20/2 ആണ്, അതായത് 20 മേജർ ഡയമീറ്ററും 2 പിച്ചും വരുന്നു.